ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ലെക് സ്റ്റോറീസ്. അപ്പോൾ ഇന്നൊരു ഹോം വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. വെറുതെ ഇരിക്കുകയാണ് വീട്ടിൽ. വെറുതെ എന്ന് പറഞ്ഞാൽ ലിറ്ററലി മടി പിടിച്ചിരിക്കുക എന്ന് പറയില്ലേ. അപ്പോൾ എന്നെ തന്നെ ഒന്ന് ആക്റ്റീവ് ആക്കാൻ വേണ്ടി ഞാൻ വിചാരിച്ചു ഇന്നൊരു വ്ളോഗ് എടുക്കാം. ഇപ്പം തന്നെ സമയം 1 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. എന്തായാലും 2 മണിയൊക്കെ ആയിട്ടാണ്. ഞാൻ എണീച്ചതേ 11 മണിക്കാണ്. അപ്പം അത്രയും മടി എന്ന് പറഞ്ഞാൽ അങ്ങനെ മടി. ഇപ്പം ഞങ്ങൾക്ക് ക്ലാസ് ഇല്ല, സ്റ്റഡി ലീവാണ്, ചൊവ്വാഴ്ച തൊട്ട് എക്സാമാണ്. അപ്പം എനിക്ക് പഠിക്കാം, പക്ഷേ പഠിക്കുന്ന പോലും ഇല്ല. ഇങ്ങനെ വെറുതെ ഒന്നും ചെയ്യാണ്ട് ഫോൺ നോക്കി ഇങ്ങനെ വെറുതെ സമയം കളയാം. അപ്പോൾ ഞാൻ എന്നെ തന്നെ സ്വന്തമായി മോട്ടിവേറ്റ് ചെയ്യാൻ, എന്നെ തന്നെ സ്വന്തമായി പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടി ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു വ്ളോഗ് ഇന്നെടുക്കാം. പിന്നെ ഞാൻ പഠിക്കുന്നില്ല എന്നുള്ളത്, ഞാൻ പഠിക്കും, സമയമാകുമ്പോൾ പഠിക്കും. പക്ഷേ ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഭയങ്കര സ്ട്രെസ്സായിരുന്നു. റെക്കോർഡ്, വൈവ, ഇൻറ്റേർണൽ, സീല് വേണം, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സ്ട്രെസ്സിലായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഒരു എക്സാമിനേഷൻ്റെ രജിസ്ട്രേഷൻ ചെയ്യാനുണ്ടായിരുന്നു, ഏബ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം കൊണ്ടും മൊത്തത്തിൽ പ്രഷറായി ഇരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ദിവസം ഒന്നും സുഖിച്ചിരുന്നിട്ടില്ല, അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾ ആരും. അപ്പോൾ ഇങ്ങനെ ഒരു മടി ഉണ്ടാവുമല്ലോ നമുക്ക്, പിന്നെയൊന്ന് തുടങ്ങാൻ, റീസ്റ്റാർട്ട് ചെയ്യാനൊരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ അതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വ്ളോഗോടെ അത് നമുക്കൊന്നുകൂടി റീസ്റ്റാർട്ട് ചെയ്യാം, ഒന്ന് ആക്റ്റീവ് ആവാം എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എണീച്ചതേ 11 മണിക്കാണ്. 11 മണിക്ക് എണീച്ചു, ഫുഡ് കഴിച്ചു, പിന്നെയും ഫോൺ നോക്കിയിരിക്കുന്നു. അങ്ങനെ തന്നെ, ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. പിന്നെയാന്ന് ഒരു ദിവസം ഞാൻ കുറച്ചിരുന്ന് പഠിച്ചു. എൻ്റെ മൈൻഡ് ലേശം നേരെ പഠിക്കാൻ പറ്റുള്ളൂ. അത് പിന്നെ ഞാൻ കട്ടാവും, തീരും. അപ്പോൾ അത് കുറച്ച് നേരം പഠിച്ചു. അന്നും എന്താ, ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ടും കറണ്ട് ഇല്ലാത്തതുകൊണ്ടൊക്കെ ആയിരുന്നു അന്ന് പഠിച്ചത്. അപ്പോൾ ഇപ്പം ഞാൻ ഫോൺ ചാർജ് ചെയ്യാൻ കുത്തി വെക്കാൻ പോകുമായിരുന്നു. പെർസെൻറ്റേജൊക്കെ കുറഞ്ഞ് താഴേക്ക് എത്താൻ തുടങ്ങി. അപ്പോൾ ഞാനെന്നാൽ അങ്ങനെ വെച്ചിട്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, പഴയ ഫോൺ എടുക്കും. അപ്പോൾ മനസ്സിലായി, നമ്മളെ ഒരു ഇതില്ല, മൊത്തത്തിൽ മടി, ജിമ്മ് പോണില്ല, എല്ലാം കൊണ്ടും മടി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു വിശേഷം നിങ്ങൾക്ക് കാണിക്കാം. ഉച്ചത്തോട്ടുള്ള വിശേഷങ്ങൾ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ. ഞാൻ എണീച്ചതേ ഉച്ചയ്ക്കാണ്, രാവിലെ ഒന്നുമില്ല കാണിക്കാൻ, രാവിലെ എണീക്കുന്നില്ല. അപ്പോൾ വൈകുന്നേരം എന്തൊക്കെ ചെയ്യുന്നു എന്നൊക്കെ നമുക്ക് ഇതാക്കാം. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഞാൻ വീഡിയോന് വേണ്ടിയിട്ടെങ്കിലും കുറച്ചെങ്കിലും പഠിച്ചാലോ, കുറച്ചെങ്കിലും ടൈം ഇതാക്കിയാലോ. അല്ലെങ്കിൽ ഞാൻ ഇന്ന് തൊട്ട് പഠിക്കണം എന്ന് തന്നെ വിചാരിച്ചിട്ടായിരുന്നു. നമുക്ക് ഇടയിൽ കുറേ ലീവ് ഉണ്ട് എക്സാമിൻ്റെ, എന്നാൽ പോലും നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചു വെക്കണമല്ലോ. എപ്പോഴും എൻ്റെ മൈൻഡ് ലാസ്റ്റ് മിനിറ്റ്, രാവിലെ ഏർലി മോർണിംഗ് ഇപ്പോഴൊക്കെ എൻ്റെ മനസ്സ് ഇതാവുള്ളൂ പഠിക്കാനുള്ള ഒരു ഇത്. പക്ഷെ എന്നാലും കുറച്ച് ദിവസം മുന്നേ എന്തെങ്കിലുമൊക്കെ നോക്കി വെക്കാറുണ്ട്. പിന്നെ നമ്മൾ ഇൻറ്റേർണലൊക്കെ ഇത് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കിയതാണ്, സെയിം കാര്യമാണല്ലോ. ഇൻറ്റേർണൽ പഠിക്കാത്ത കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ഇനി നോക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി എന്താ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ കുറച്ച് നേരം അങ്ങോട്ട് പഠിക്കാം. അപ്പോൾ വിശക്കുന്നൊന്നുമില്ല, ഉച്ചത്തെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. രാവിലെ നല്ല രീതിയിൽ ഇഡ്ഡലി, സാമ്പാർ, ദോശപ്പൊടിയൊക്കെ കഴിച്ച് വയറ് ഫുള്ളായിരിക്കും. ഇനി ഉച്ചത്തെ ഭക്ഷണം എനിക്ക് 4 മണിക്കേ വിശക്കുള്ളൂ. അപ്പോൾ റൂട്ടീനൊന്നും കറക്റ്റല്ല ഇപ്പോൾ വീട്ടിലിരിക്കുന്നതുകൊണ്ടേ. അപ്പോൾ മൊത്തത്തിലൊരു സുഖമില്ല, ആകെപ്പാടെ ഒരു ഇത്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ ഒരു ദിവസം കാണിച്ചു തരാം. ഇന്ന് രാത്രി വരെ ഞാൻ എന്തൊക്കെ ചെയ്യും. ഒന്നുമില്ല, ചെയ്യുന്നത് ഒക്കെ സെയിം കാര്യങ്ങൾ. പക്ഷെ നമ്മൾ ഇന്ന് മെയിനായിട്ട് പഠിക്കും, നമ്മൾ പഠിച്ചിരിക്കും എന്തായാലും. അപ്പം നിങ്ങളും എൻ്റെ കൂടെ പഠിക്കാനിരുന്നോളൂ. നിങ്ങൾ പഠിക്കണ്ട, ഞാൻ പഠിച്ചോളാം. നമ്മൾ എന്തായാലും പഠിക്കും. വീഡിയോനെ കാണിക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മൾ പഠിക്കും. നമ്മൾ അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ പഠിക്കണം. നമുക്ക് തന്നെ ഒരു മോട്ടിവേഷൻ കിട്ടിയില്ല. ഇപ്പോൾ നമുക്കല്ല, എനിക്കൊരു മോട്ടിവേഷൻ കിട്ടുന്നുണ്ട് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തപ്പോൾ. പിന്നെ ഞാൻ കുറേ ആയല്ലോ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇട്ടിട്ട്. ഇതന്നെ മടി, പിന്നെ ഒന്നുമില്ല വീട്ടിൽ ചെയ്യാനോ. അതാണ് പുറത്തിറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പക്ഷേ പുറത്തിറങ്ങിയപ്പോഴും അന്നൊന്നും വീഡിയോ എടുത്തില്ല. അന്ന് എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ പോയപ്പോഴും അന്ന് പിന്നെ എന്തൊക്കെയോ ചെയ്തില്ല. കോളേജിൽ എന്തൊക്കെയോ വൈവയുടെ ദിവസമോ ഒന്നും ചെയ്തില്ല. വൈവയുടെ ദിവസം അന്നത്തെ ദിവസം എനിക്ക് മൊത്തത്തിൽ വയ്യായിരുന്നു. അത് ശരിയാണ്. പക്ഷെ എന്നാൽ പോലും എനിക്ക് വേണമെങ്കിലൊക്കെ വീഡിയോ എടുക്കായിരുന്നു. ഞാൻ എടുത്തില്ല, പോട്ടെ, സാരില്ല. അപ്പം ഞാൻ വിചാരിച്ചൊരു വ്ളോഗ് ഇട്ടിട്ടും കുറേ ആയി. കുറച്ച് പേർക്ക് ഇങ്ങനെ എൻ്റെ വ്ളോഗ് ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് പേരെങ്കിലും കാണുന്നുണ്ടെന്ന് എനിക്ക് ഒരു വിശ്വാസം. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കെന്നാൽ വീഡിയോയിലേക്ക് കിടക്കാൻ കൂടുതൽ ഞാനിനി ഇതാക്കുന്നില്ല. നമുക്ക് ഫോൺ ആദ്യം ചാർജ് ചെയ്യാൻ വയ്ക്കാം കുറച്ച് നേരം. അപ്പോഴേക്കും ഞാൻ ബുക്കൊക്കെ എടുത്ത് എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. നമുക്ക് ചൊവ്വാഴ്ച സ്റ്റാർട്ട് ചെയ്താൽ 27th വരെയാണ് നമുക്ക് എക്സാം ഉള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് ഫെയർവെല്ലൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല, എന്നാലും ഫെയർവെല്ലൊക്കെ വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് എന്നാൽ കുറച്ച് നേരം പോയി പഠിക്കാം. ഫോണ് ചാർജ് ചെയ്യാൻ വയ്ക്കട്ടെ കേട്ടോ. ഞാൻ ഇടയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ
അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ പഠിക്കാനിരുന്നു, ബുക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ അപ്പോൾ നമുക്ക് കോർപ്പറേറ്റ് ഫിനാൻസ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് പഠിക്കാം. അതിനൊരു ദിവസം എന്തോ ലീവുള്ളൂ ഇടയിൽ. അതുപോലെ ക്യാരേജിന് ഒരു ദിവസമേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ടെണ്ണം എന്തെങ്കിലുമൊക്കെ പഠിച്ചേക്കണം. ബാക്കി എല്ലാത്തിനും 3 ദിവസം 5 ദിവസമൊക്കെ ലീവുണ്ട്. അപ്പോൾ നമുക്ക് കോർപ്പറേറ്റ് ഫിനാൻസ് അതിൽ നോക്കാം. ഇത് വലിയ ടഫുള്ള സബ്ജക്റ്റൊന്നും അല്ല. ഒരു കമ്പനി ബേസ് ചെയ്ത് എഴുതാൻ പറ്റുന്ന പോലെ നമുക്ക് എഴുതാൻ പറ്റുന്ന പേപ്പറാണ്. എന്നാലും പഠിക്കാം. നമ്മൾ അന്ന് ഇൻ്റർണലിൽ പഠിക്കാത്ത എന്തെങ്കിലുമൊക്കെ ഇരുന്ന് പഠിക്കാം. അപ്പം അങ്ങനെ ഞാൻ പഠിക്കാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ ഒരു മോട്ടിവേഷനൊക്കെ കയറിയോണ്ടാണ് കേട്ടോ പഠിക്കുന്നത്. പിന്നെ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ പഠിച്ചിട്ട് വരാം. ലാസ്റ്റ് ചാപ്റ്റർ തന്നെ പഠിക്കാം. 4 ചാപ്റ്ററുള്ളൂ ആകെ. എനിക്ക് ലാസ്റ്റ് തന്നെ പഠിക്കാം. എനിക്കറിയില്ല, എപ്പോൾ ഞാൻ ബുക്ക് എടുത്താലും ഞാൻ അപ്പോൾ അന്ന് പഠിച്ചു എന്നറിയില്ല. അന്ന് ഞാൻ ഏതാണോ ലാസ്റ്റ് അത് പോയി നോക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഫ്രണ്ടിലത്തെ കുറേ ആയിരിക്കും പഠിക്കാനാണ് ഇൻ്റർണൽ തന്നിട്ടുണ്ടാവുക. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഞാൻ എപ്പോഴും ലാസ്റ്റ് ഞാൻ പഠിച്ചു തുടങ്ങാം. അതും എനിക്ക് വലിയ സാധനങ്ങൾ ആദ്യം പഠിക്കുന്നതാണ് ഇഷ്ടം. കാരണം അതപ്പോൾ തീർന്നു എന്നൊരു ആശ്വാസമാണ്. കുഞ്ഞാണെങ്കിൽ അയ്യോ ഇനിയും വലുത് കുറേ ഉണ്ട്, അങ്ങനെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ തരുമ്പോൾ ഞാൻ വലുതാവും ആദ്യം പഠിക്കേണ്ടത്. പക്ഷേ ഇതിപ്പോൾ അങ്ങനെ നോക്കിയിട്ടില്ല. എപ്പോൾ ഞാൻ എന്ത് പഠിക്കാൻ എടുത്താലും ലാസ്റ്റ് ആയിരിക്കും കൂടുതൽ പഠിക്കാൻ എടുക്കുന്നുണ്ടാവുക. ലാസ്റ്റത്തെ എന്താണോ കുറേ കാര്യങ്ങൾ, അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ പേജ് തീർന്നു, അങ്ങനെ ഒരു ആശ്വാസം എനിക്ക് തന്നെ ഉണ്ടാക്കും. പിന്നെ ഇപ്പോൾ എടുത്ത എല്ലാം ഞാൻ പഠിച്ചു തീർക്കുമെന്നൊന്നും അറിയില്ല. എന്നാലും ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. ഇത്രയും പഠിക്കാം. കുറച്ചേ ഉള്ളൂ, ഒരു 4-5 ടോപ്പിക്കേ ഉള്ളൂ ഈ ഒരു ഇതിൽ. നമുക്ക് നോക്കാം പഠിക്കാൻ പറ്റുമോയെന്ന്. കുഴപ്പമില്ല, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തോന്നും. എന്തൊരു കോൺഫിഡൻസ്, സ്വന്തമായി പറയുന്നു. അറിയില്ല, നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പോൾ സമയം 2:30 ആയി, 2:32 എന്നോ. നമ്മളൊരു 3:30 വരെ നമ്മുടെ മൈൻഡ് ഷാർപ്പാക്കിയിരുന്ന് പഠിക്കും എന്ന് ഞാൻ തന്നെ പറയുന്നു. ചിലപ്പോൾ ഞാൻ 3 മണിക്ക് തന്നെ ഇരിക്കും, എൻ്റെ ഒരു ഇതായോട്ട്. പക്ഷെ നമ്മൾ പറയുന്നു 3:30 വരെ നമ്മൾ ഈ ഒരു മൊഡ്യൂൾ 4 എന്ന് പറയുന്ന സാധനം എന്തെങ്കിലുമൊക്കെ നോക്കും. ഓക്കെ, ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഞാൻ പഠിക്കാൻ വേണ്ടി, ഇവിടുന്ന് എണീച്ചു പോകാണ്ടിരിക്കാൻ വേണ്ടി. വെള്ളം കുടിക്കാനൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇടക്കിടക്ക് ദാഹിക്കും, ഇടക്കിടക്ക് എനിക്ക് മൈൻഡ് കട്ടാവും, മൂഡ് പോവും. അയ്യോ വല്ലാത്ത പ്രശ്നങ്ങളാണ് എനിക്ക്. അപ്പോൾ നമുക്ക് പഠിക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ കുളിച്ചൊക്കെ വന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ പഠിച്ചു കേട്ടോ. 3:30 വരെയൊക്കെ ഞാൻ പഠിച്ചു. 3:25 എന്തായാലും പഠിച്ചു. ആ ഒരു മൊഡ്യൂൾ അത്യാവശ്യം എന്തോ ആക്കി വെച്ചു. ഞാൻ രണ്ടോ ഒരു ടോപ്പിക്കൊക്കെ ഉള്ളൂ. എന്തൊക്കെയോ പഠിച്ചു, എന്തൊക്കെയോ മര്യാദയ്ക്ക് കുറച്ച് പഠിച്ചു. പിന്നെ അത് കഴിയുമ്പോൾ പിന്നെ എൻ്റെ മൈൻഡ് ഇതായി. പിന്നെ കുറച്ചൊരു ഫോണൊക്കെ നോക്കിയിരുന്നു. ആദ്യം തന്നെ ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫ്രഷായി ഇപ്പോൾ വന്നു. ഇത് കഴിഞ്ഞിട്ട് വേണം ഉച്ചത്തെ ഫുഡ് കഴിക്കാൻ. എന്തായാലും ഈ വീഡിയോ കാണുന്നവർക്ക് വിചാരിക്കും ഒരു ടൈമിംഗ് ഇല്ലാത്ത, ഒരു കറക്റ്റ് സമയത്ത് കഴിക്കാത്ത പോലെ. ഞാൻ കഴിക്കാറുണ്ട്. നമ്മൾ കോളേജിൽ പോകാനും നമുക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഒക്കെ കറക്റ്റായി നടക്കും. ഈ വീട്ടിലിരിക്കുമ്പോൾ ഒന്നും ഞാൻ വിചാരിച്ച പോലെ നടക്കില്ല. പക്ഷേ ആകെ ഇപ്പോൾ കുറച്ച് ദിവസം എന്ന് പറയുന്നത് ഇതും എപ്പോഴും നിർത്തുമെന്ന് അറിയില്ല. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഡെയിലി എൻ്റെ സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇതായിരുന്നു, നമ്മൾ സ്കിന്ന് കെയർ ചെയ്യണം എന്നൊക്കെ ഭയങ്കര ഇതാണ്. എന്നാൽ ഞാൻ അത്യാവശ്യം ഒന്ന് മുഖമൊക്കെ റെഡിയായി വരുന്നുണ്ട്. ഡെയിലി ചെയ്യുമ്പോൾ 2 നേരം വെച്ച് ചെയ്യാറുണ്ട്. അതും ഇന്ന് രാവിലെ ഞാൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ ഡെയിലി ചെയ്യാറുണ്ട് ഇപ്പോൾ സ്കിൻ കെയർ. അതാണ് ഇപ്പോൾ എൻ്റെ ഡെയിലി ലൈഫിലുള്ള ഒരു വലിയ റൂട്ടീൻ. അപ്പോൾ സ്കിൻ കെയർ ചെയ്യാനുള്ള വേറെ പ്രത്യേകിച്ചൊന്നുമല്ല. ടോണർ യൂസ് ചെയ്യും, ഒരു സിറം യൂസ് ചെയ്യും, ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യും, ഒരു ലിപ് ബാം യൂസ് ചെയ്യും.
ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വേറെ ഒന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ ജസ്റ്റ് നമ്മുടെ കയ്യിലും കാലിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു മോയ്സ്ചറൈസ് ആക്കി വെക്കാനുള്ള എന്തെങ്കിലും ക്രീമും തേക്കും. അപ്പോൾ ഞാൻ ഡെയിലി ചെയ്യാറുണ്ട് ആ കാര്യം. അപ്പോൾ അതാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. വേറെ ഒന്നും ഞാൻ ചെയ്യുന്നില്ല. നമുക്ക് അതിലേക്ക് കടക്കാം, അതായിരിക്കും നല്ലത്. കൂടുതൽ ഇതാക്കുന്നില്ല. സ്ഥിരം യൂസ് ചെയ്യുന്ന എൻ്റെ എല്ലാ സാധനങ്ങളും തന്നെയാണ്, പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ വിടാറില്ല കേട്ടോ. അറ്റ്ലീസ്റ്റ് ഒരു ദിവസം ഒരു നേരമെങ്കിലും ചെയ്യാറുണ്ട് കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇപ്പോൾ കോളേജിൽ പോകുന്ന സമയമാണ് ഇപ്പോൾ 2 നേരം കുളിക്കുമല്ലോ. അപ്പോൾ നമുക്ക് 2 നേരം പറ്റും. ഇപ്പോൾ വീട്ടിലിരിക്കുമ്പോഴും വല്ലപ്പോഴും ഒക്കെ ഉള്ളൂ എന്ന് വെച്ചാൽ അതും എനിക്കൊരു മൂഡ് വരണം. അപ്പോൾ എല്ലാ സമയത്ത് വീട്ടിലിരിക്കുമ്പോൾ ഒരു നേരം ആണെങ്കിൽ ഇതാക്കും. അല്ലെങ്കിൽ ഞാൻ ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് തന്നെ ചെയ്യാറുണ്ട്. ഇന്നെനിക്ക് ചെയ്യാൻ പറ്റിയില്ല, ഇന്നലെ മിഞ്ഞാന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം ചെയ്യാൻ പറ്റിയില്ല എന്നാലും. അത് ഞാൻ ശരിക്കും മറന്നു പോയത് കേട്ടോ. അതിന് മറക്കാൻ പോലും പാടില്ല. അപ്പോൾ കുറേ ദിവസം ഞാൻ മറക്കാറില്ല, ഞാൻ ചെയ്യാറുണ്ട്. അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, ഇപ്പോൾ എൻ്റെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. പിന്നെ സിറം ഞാൻ കുറേ ദിവസമായിട്ട് ഇപ്പോൾ ഹിമാലയ തന്നെയാണ് യൂസ് ചെയ്യാറ്. അതിൻ്റെ ഇടയിൽ ഞാൻ വേറൊരു സിറം യൂസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. അത് പക്ഷേ എന്താ വെച്ചാൽ അത് കുറേ കാലമായി എൻ്റെ കയ്യിൽ. അങ്ങനെയല്ല, കുറേ കാലമായി എന്നല്ല, അത് കുറച്ചുകൂടി ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് തീർക്കണം എന്നും കൂടി ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് തേക്കാണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ രാവിലെ അത് തേച്ചിട്ട് രാത്രി ഹിമാലയയുടെ ഇത് തേക്കും. അതൊരു മെഡിക്കൽ ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും സ്കിൻ കെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും എപ്പോഴും. നല്ല സുഖമുണ്ട് കുളിച്ചപ്പോൾ. നമുക്കൊന്ന് ഫുഡ് കഴിച്ചാൽ കുറച്ചു നേരം കൂടി ഇരുന്ന് പഠിക്കാം. കുറച്ചു നേരം വേണമെങ്കിൽ പുറത്തൊക്കെ ഒന്ന് വെറുതെ പോയിരിക്കാം. ഞാൻ കുറേ കാലമായി പുറത്തേക്ക് വെറുതെ പോയി ഇരുന്നിട്ട് കുറച്ചു നേരം പാട്ടൊക്കെ കേട്ടിരിക്കാം. അതിന് പോലും എനിക്ക് ചെയ്യാൻ വയ്യാന്ന്. അങ്ങനെ വേണ്ടി പോലും ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ ഭയങ്കര ഫോൺ അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കുറച്ച് സമയം ഫോണൊക്കെ യൂസ് ചെയ്യാണ്ടൊക്കെ ഇരുന്നാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ആരായില്ലേ പറയുന്നത്? ഞാൻ തന്നെ. എന്നാലും ഞാൻ പറയും, കാരണം അതൊരു നല്ലൊരു പ്രവൃത്തിയാണ്, നല്ലൊരു ശീലമാണ്. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ഈ ഫോൺ എപ്പോൾ നോക്കിയാലും. സോ പക്ഷെ ഫോൺ എന്ന് പറയുമ്പോൾ നല്ല കാര്യത്തിന് നമുക്ക് കുറേ ആവശ്യമുള്ള യൂസ്ഫുൾ ആണ് ഫോൺ എന്ന് പറഞ്ഞാൽ. അങ്ങനെ ചോദിച്ചാൽ അങ്ങനെയാണ്. ഇത് പിന്നെ ഒരു പുതിയ ലിപ് ബാമാണ് എൻ്റെ. ഞാനിപ്പോൾ ഒരു 2 വീക്സ് 3 വീക്സ് ഒക്കെ ആയിട്ടുള്ളൂ. ഇതെന്ന് പറയുന്ന ഫിജിക്കാട്ട് എന്ന് പറയുന്ന, നിങ്ങൾക്ക് അറിയുമോയെന്നറിയില്ല, ഫിജിക്കാട്ട് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അവിടെ നിന്നുള്ള ലിപ് ബാമാണ്. എനിക്കിത് യൂസ് ചെയ്തിട്ട് ഇഷ്ടമായി. കുറച്ച് പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു, ചെറുതായിട്ട്, ഭയങ്കരമല്ല എന്നാലും. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്തില്ലേ, അപ്പം നമ്മളിങ്ങനെ പോരുന്ന ചുണ്ടിലിങ്ങനെ ഇതായി നിൽക്കുന്നുണ്ടാവില്ലേ, ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ അത് പോയിട്ട് ആ സാധനം ഇങ്ങനെ പൊട്ടിക്കാൻ നിൽക്കുന്ന പോലെ ചുണ്ടത്തെ അതിങ്ങനെ കളയാൻ പറ്റുന്നുണ്ട്. ഇതിങ്ങനെ ആക്കുമ്പോൾ ഒരു സ്ക്രബ് പോലെ എന്ന് പറയില്ലേ, അങ്ങനെ. എന്നിട്ട് ഒന്നും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ ഒരിത്, അത് എനിക്ക് നല്ല ഇഷ്ടമായി. ഫിജിക്കാട്ട് എന്ന് പറയുന്ന ഒരു ഇതെന്നാണ്. ഫിജീസ് RV റോയൽ ഇൻഫ്യൂസ്ഡ് വിത്ത് ടെർമറിക്, സാൻഡൽവുഡ് ആൻഡ് സാഫ്രോൺ, അങ്ങനെയൊക്കെ. ഷീ ബട്ടറും ഉണ്ട് ഇതിൽ. അങ്ങനെയുള്ള ഒരു സാധനമാണ്. ഇത്രയുള്ള എൻ്റെ സ്കിൻ കെയർ. ഇനി റൂമിൽ പോയിട്ട് നമുക്ക് കയ്യിനും കാലിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാം. അത്രയ്ക്ക് തന്നെ ഉള്ളൂ. അപ്പോൾ തന്നെ ഒരു സുഖമൊക്കെ ആയി മുഖം മൊത്തത്തിൽ. ഇനി നമുക്ക് പോയി ഫുഡ് കഴിക്കാം. Last.
നമ്മുടെ പുതിയ പെറ്റ്. സമയം 6 മണിയാവാനായി. ഇപ്പോഴാണ് ഞാൻ ഫുഡ് കഴിക്കുന്നത്. ഞാനൊരു വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു, പിന്നെ ഫുഡ് കഴിക്കാൻ ലേറ്റായി. നന്നായില്ലേ? ഇനിയിപ്പോൾ രാത്രിത്തെ ഭക്ഷണം വേഗം വിശക്കും. ഓക്കെ ഗൈസ്, കഴിച്ചിട്ട് ഹായ് ഗൈസ്. ഇന്നലെ അത് കഴിഞ്ഞ് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. സമയം 11 മണിയായി. ഇപ്പോൾ 11 മണിക്കാണ് എണീക്കുന്നത്. രാത്രി പറയുമ്പോൾ 1 മണിയായല്ലോ, അപ്പോൾ 11 മണി. ഇതാണ് ഇപ്പം എൻ്റെ റൂട്ടീൻ. അപ്പം ഇന്നലെ എനിക്ക് അത് കഴിഞ്ഞ് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് കുറേ നേരം ഫോൺ നോക്കിയിരുന്നു. ഒരു ഫണ്ണി റീലൊക്കെ എടുത്തു. അത് ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ ഇതിൽ. അപ്പോൾ അതൊക്കെ എടുത്ത് കുറേ സമയം കൊണ്ട് അത് കഴിഞ്ഞ് ശരിക്കും എനിക്കൊരു പണി കിട്ടി. അപ്പോൾ ആ പണി ഇരുന്ന് ചെയ്യായിരുന്നു. അതൊന്നും ഇങ്ങനെ നോക്കുമായിരുന്നു. അതായിരുന്നു കുറേ സമയം. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഫോണൊക്കെ നോക്കിയിരുന്ന് ബിഗ് ബോസ് കാണണമല്ലോ. ബിഗ് ബോസ് കണ്ടു. ബിഗ് ബോസ് ഇന്നലെ എനിക്ക് കറക്റ്റ് സമയത്ത് കാണാൻ പറ്റിയില്ല. ആ സമയത്ത് ഞാൻ ആ ഒരു പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്കത് കാണാൻ പറ്റിയില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ബിഗ് ബോസ് കണ്ടു. പിന്നെ ഫോൺ നോക്കിയിരുന്നു. പിന്നെ അങ്ങനെ ഉറങ്ങി. പെട്ടെന്ന് സമയം പോയി. ഒന്നും ചെയ്തൊന്നുമില്ല. രാത്രി ഫുഡൊന്നും അങ്ങനെ കഴിച്ചൊന്നുമില്ല. അങ്ങനെ ഉറങ്ങി. പിന്നെ നൈറ്റ് ആകുമ്പോൾ അപ്പോൾ ഇന്നതാ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. ഇപ്പോൾ എണീക്കുന്നേ ഉള്ളൂ. ഇന്നും ഇതേ സെയിം റൂട്ടീനാണ്. പക്ഷേ ഇന്ന് എനിക്ക് കുറച്ച് പണിയുണ്ട്. ഇന്ന് പഠിക്കാനൊന്നും സമയമില്ല. അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ പോയിട്ടൊന്ന് ഫ്രഷ് ആവണം, ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ സമയം കിട്ടിയാൽ പഠിക്കാം. ഇന്ന് ഞാൻ പഠിത്തത്തിന് അത്ര സ്ട്രെസ്സ് കൊടുക്കുന്നില്ല. വൈകുന്നേരം പഠിക്കാൻ പഠിക്കാം. ഇന്ന് രാവിലെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ അതാണ് ഞാൻ. പക്ഷേ ഈ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഒരു നെക്സ്റ്റ് ഡേയിലേക്ക് ആ വ്ളോഗ് കടന്നു. ഇന്നലെ ഞാൻ ലാസ്റ്റ് എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടുമാണ്. പിന്നെ ഇന്നലെയും ആകെപ്പാട് ടയേർഡായി. പിന്നെ വെച്ച് എന്നാൽ രാവിലെ എടുക്കാം എന്ന് വിചാരിച്ചും കൂടിയാണ്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഒരു ഹാഫ് ഡേ ഹോം വ്ളോഗ്. അത്ര. നിങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് തൊട്ട് ഇന്നലെ എപ്പോഴാണോ വ്ളോഗ് തുടങ്ങിയത് 2 മണിക്കാണ്. 11 മണിയായി. പിന്നെ ഒന്നുമില്ല, ഇന്നലത്തെ അതേ റൂട്ടീൻ തന്നെയാണ്. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ പഠിത്തമായിരിക്കില്ല, വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇങ്ങനെ ഹോം വ്ളോഗ്സൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ, ഞാൻ ചെയ്യുന്നതായിരിക്കും. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി ഓഫ് എന്തെങ്കിലും വേണം. നമ്മൾ ഒരു ഡിഫറെൻറ്റ് വേണമല്ലേ ഹോം വ്ളോഗിലൊന്നുമില്ല. എനിക്ക് പ്രത്യേകിച്ച് ഇതേ കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഇതേ റൂട്ടീനാണ് എനിക്ക്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. നെക്സ്റ്റ് വീഡിയോ ആയി വരുമ്പോഴേക്കും ബൈ ഗൈസ്.